ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് ടെക്നീഷ്യന്മാർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഇതൊരു BLDC മോട്ടറാണ്. ചിമ്മിനിലൊക്കെ വരുന്ന ഒരു BLDC മോട്ടറാണ്. അപ്പൊ ഈ BLDC മോട്ടർ നമ്മൾ കംപ്ലൈന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ആദ്യം മോട്ടർ ഓക്കെ ആണെന്ന് ചെക്ക് ചെയ്യണം. അതെങ്ങനെ ചെക്ക് ചെയ്യണം എന്നുള്ള ജസ്റ്റ് ഒരു വീഡിയോ ആണ്. ടെക്നീഷ്യന്മാർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഇതിപ്പോ നമ്മൾ ഉപയോഗിക്കുന്നത് ബസർ സൗണ്ട് ഉണ്ട്, അതായത് കണ്ടിന്യൂറ്റി ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ബസർ സൗണ്ട്. അത് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ഈ രണ്ട് പ്രോബ് എന്ന് പറഞ്ഞാൽ ഇത് 3 ഫേസ് ആണ് ഈ മോട്ടർ. അത് 3 വയർ ഉണ്ടാവുള്ളൂ BLDCക്ക്. അപ്പൊ നമ്മൾ ഈ പ്രോബ് ഒരെണ്ണത്തിൽ ആദ്യം മുട്ടിക്കുക, അതിനുശേഷം തൊട്ടടുത്ത ഒരെണ്ണത്തിൽ മുട്ടിക്കുക. ഇവിടെ മീറ്ററിനകത്ത് ഒന്നും കാണിക്കുന്നില്ല. രണ്ടാമത്തെ പോയിന്റിൽ മുട്ടിക്കുന്നുണ്ട്, അതിലും ഒന്നും കാണിക്കുന്നില്ല. അതിനർത്ഥം ഈ മോട്ടർ ഡെഡ് ആണ്, കംപ്ലൈന്റ് ആണ്. അതിനുശേഷം മാത്രമേ നമ്മൾ PCB ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇതിപ്പോ നമ്മളൊരു പുതിയ മോട്ടറാണ് കൊണ്ടുതന്നെ കേട്ടോ. ഇതിന്റെ റീഡിങ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മളിപ്പോ ഏതെങ്കിലും ഒരു പോയിന്റിൽ മുട്ടിച്ച് വെച്ചിട്ട് ഇങ്ങനെ മുട്ടിച്ച് വെക്കുന്നു, ഏതെങ്കിലും ഒരു പോയിന്റ് മുട്ടിച്ച് വെക്കുന്നു. പോയിന്റിൽ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു 33 കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ തൊട്ട് ഇപ്പുറത്തെ പോയിന്റിൽ മുട്ടിക്കുമ്പോഴും 33 കാണിക്കുന്നുണ്ട്. അതിനർത്ഥം അത് കറക്റ്റ് ആണ് ആ മോട്ടർ, നല്ല മോട്ടറാണ്. ഇങ്ങനെയാണ് കേട്ടോ മോട്ടർ ടെസ്റ്റ് ചെയ്യേണ്ടത്. ഒരു BLDC ചിമ്മിനിയുടെ PCB വരുന്നത് ഇതിന്റെ BLDC മോട്ടറാണ്. ഇതിന്റെ സിംറ്റം എങ്ങനെയാണ് കാണിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിമ്മിനി ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ സ്പീഡ് ഫസ്റ്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താ ഈ ഒരു പെടയായിരിക്കും ഉണ്ടാവുക, റണ്ണാവൂല. ഒരു പെടച്ചിലോടുകൂടി നിൽക്കും. നമ്മൾ എത്ര സ്പീഡ് കൂട്ടി കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് നിന്ന് ചിലപ്പോൾ അനക്കം ഉണ്ടാവില്ല. ഇതാണ് കംപ്ലൈന്റ്. ഇതിന് നമ്മൾ ഫസ്റ്റ് മോട്ടോർ ചെക്ക് ചെയ്യുന്ന രീതിയാണ് നമ്മളിപ്പോൾ കുറച്ചു മുമ്പ് കാണിച്ചത്. മോട്ടോർ മാറ്റി കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് കറക്റ്റായിട്ട് വർക്ക്